കഴിഞ്ഞ ദിവസമാണ് നടൻ സായികുമാറിൻ്റെയും മകൾ വൈഷ്ണവിയുടെയും ഒരു AI ചിത്രം പുറത്തുവന്നത്. സായിച്ചൻ പൂർത്തീകരിക്കാനാകാത്ത ഒരു സ്വപ്നം എന്ന ക്യാപ്ഷനോടെ മകളെ ചേർത്തു പിടിച്ചിരിക്കുന്ന സായികുമാറിനെയാണ് ചിത്രത്തിൽ കാണാൻ കഴിഞ്ഞിരുന്നത്. ഒറ്റ നോട്ടത്തിൽ തന്നെ അതൊരു AI ചിത്രമാണെന്ന് മനസ്സിലാക്കാം. വൈഷ്ണവിയുടെ ഫാൻസ് പേജിലാണ് ഈ ചിത്രം പ്രത്യക്ഷപ്പെട്ടത്. എന്നാൽ ഇത് വൈഷ്ണവി പങ്കുവച്ചതാണെന്ന് പലരും കരുതി. അത്തരത്തിൽ പല സോഷ്യൽ മീഡിയ പേജുകളിലും വാർത്തകൾ പ്രത്യക്ഷപ്പെടുകയും ചെയ്തു. ഇപ്പോഴിതാ ചിത്രത്തിനു പിന്നിൽ സംഭവിച്ചത് എന്താണെന്നും അച്ഛനോടുള്ള സ്നേഹത്തിൽ തനിക്കുള്ള നിലപാടെന്താണെന്നും കൃത്യമായി പറഞ്ഞിരിക്കുകയാണ് വൈഷ്ണവി. നടിയുടെ വാക്കുകൾ ഇങ്ങനെയാണ്: നമസ്കാരം, ഞാൻ വൈഷ്ണവി സായികുമാർ. എൻ്റെ ഫാൻ പേജ് സൃഷ്ടിച്ച ഒരു AI ഇമേജിൻ്റെ പേരിൽ കുറച്ചു ദിവസമായി എൻ്റെ കുടുംബത്തിനെക്കുറിച്ചും എൻ്റെ അച്ഛനെയും അമ്മയെയും കുറിച്ചും എന്നെയും എൻ്റെ ജീവിതത്തെക്കുറിച്ചുമെല്ലാം ചില പോസ്റ്റുകൾ കാണുന്നു. എൻ്റെ അച്ഛനും അമ്മയും എൻ്റെ കുടുംബവും നിങ്ങൾക്ക് എഴുതി രസിക്കാനോ ജഡ്ജ് ചെയ്യാനോ ഉള്ളതല്ല. എൻ്റെ ഇൻസ്റ്റഗ്രാം പേജിൽ അല്ല ഈ പറയുന്ന AI ഇമേജ് പോസ്റ്റ് ചെയ്തിട്ടുള്ളത്. എൻ്റെ ഇൻസ്റ്റഗ്രാം ID I am വൈഷ്ണവി സായികുമാർ ഒഫീഷ്യൽ എന്നുള്ളതാണ്. ദയവ് ചെയ്ത് എൻ്റെ പേഴ്സണൽ ലൈഫ് മാറ്റേഴ്സ് പബ്ലിക്കിലേക്ക് വലിച്ചിഴക്കരുത്. എൻ്റെ അച്ഛന് എൻ്റെ മനസ്സിലുള്ള സ്ഥാനം ഇങ്ങനെയൊരു AI ഇമേജിലൂടെ തെളിയിക്കേണ്ട കാര്യം എനിക്കില്ല. പ്ലീസ് ലീവ് ആസ് എലോൺ എന്നാണ് വൈഷ്ണവി കുറിച്ചത്. പിന്നാലെ ഫാൻസ് പേജിൽ പ്രത്യക്ഷപ്പെട്ട ഈ AI ചിത്രം ഡിലീറ്റ് ചെയ്യപ്പെടുകയും തുടർന്ന് ഒരു കുറിപ്പ് ഫാൻസ് പേജ് പങ്കുവെക്കുകയും ചെയ്തു. നമ്മൾ ഈ പേജിൽ ഒരു പിക്ക് ഇട്ടിട്ടുണ്ടായിരുന്നു. വളരെ നല്ല ഉദ്ദേശത്തിലിട്ട ആ പിക്ക് പല ഓൺലൈൻ മീഡിയകളും മിസ്യൂസ് ചെയ്തു. പ്ലീസ് ഡോണ്ട് പ്ലേ വിത്ത് അതേഴ്സ് ഇമോഷൻസ് ആൻഡ് ഡോണ്ട് ട്വിസ്റ്റ് അതേഴ്സ് വേർഡ്സ് എന്നാണ് ഫാൻസ് പേജിൽ പ്രത്യക്ഷപ്പെട്ടത്. സായികുമാറിൻ്റെ ആദ്യ വിവാഹത്തിലെ മകളാണ് വൈഷ്ണവി. അദ്ദേഹം ബിന്ദു പണിക്കരെ വിവാഹം ചെയ്തതോടെ അച്ഛനിൽ നിന്നും അകന്നുപോയ വൈഷ്ണവി ജീവിതമാർഗമെന്നോണമാണ് അഭിനയ രംഗത്തേക്ക് എത്തിയത്. അഭിനയത്തോടുള്ള ഇഷ്ടം മൂലമാണ് അച്ഛൻ്റെ വഴിയെ തന്നെ അഭിനയത്തിലേക്ക് എത്തിയത്. ഇന്ന് മലയാളത്തിലെ നിരവധി സീരിയലുകളിൽ വില്ലത്തി വേഷങ്ങളിൽ തിളങ്ങുന്ന വൈഷ്ണവി അഭിനയിക്കുന്ന നിമിഷങ്ങളിലെല്ലാം നടിയുടെ അച്ഛനെ തന്നെയാണ് പ്രേക്ഷകർക്ക് ഓർമ്മ വരിക. കാരണം അത്രത്തോളം സാദൃശ്യമാണ് അഭിനയത്തിൻ്റെ കാര്യത്തിൽ അച്ഛനും മകളും തമ്മിലുള്ളത്. അച്ഛൻ്റെ കണ്ണ് അതേപടി പകർന്നു കിട്ടിയ മകൾ സ്ക്രീനിൽ വില്ലത്തിയായി നിറഞ്ഞാടുകയും ചെയ്യുന്നുണ്ട്. മറ്റൊരു ജീവിതത്തിലേക്ക് സായികുമാർ പോയതിനു ശേഷം അച്ഛനിൽ നിന്നും യാതൊരു സ്നേഹമോ സഹായങ്ങളോ വൈഷ്ണവിക്ക് ലഭിച്ചിട്ടില്ല. എങ്കിലും അതിൻ്റെ യാതൊരു പിണക്കങ്ങളോ ഒന്നും തന്നെ മനസ്സിൽ വയ്ക്കാതെ ഇപ്പോഴും അച്ഛനെ സ്നേഹിക്കുന്ന മകളാണ് വൈഷ്ണവി. അച്ഛൻ്റെ യാതൊരു സഹായങ്ങളുമില്ലാതെയാണ് വൈഷ്ണവി സീരിയലിലേക്കും എത്തിയത്. തൻ്റെ കണ്ണുകണ്ട് നല്ല പരിചയമുള്ള കണ്ണാണല്ലോ എന്നു പറഞ്ഞാണ് പലരും വൈഷ്ണവിയെ തിരിച്ചറിഞ്ഞത്. കയ്യെത്തും ദൂരത്ത് എന്ന പരമ്പരയിൽ കനകദുർഗ എന്ന കഥാപാത്രത്തെയാണ് വൈഷ്ണവി ആദ്യം അവതരിപ്പിച്ചത്. അതുതന്നെ ശ്രദ്ധ നേടിയതോടെ തുടരെ തുടരെ നിരവധി സീരിയലുകളാണ് നടിയെ തേടിയെത്തിയതും. കൂടുതൽ സിനിമ, സീരിയൽ, ചാനൽ വാർത്തകൾക്കും നിങ്ങളുടെ പ്രിയപ്പെട്ട താരങ്ങളുടെ എക്സ്ക്ലൂസീവ് അഭിമുഖങ്ങൾക്കുമായി സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ.